എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത് ഇന്ന് നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ വിവാഹ നിശ്ചയം. അന്നേരം അതിനായിട്ട് നിൽക്കുക. കാരണം അമ്മിമോനുമായിട്ടാണ് പോകുന്നത്. അമ്മിമോന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കണ്ടേ റെഡിയായി അമ്മിമോനുമായിട്ട് പോകാനായിട്ട് ഇറങ്ങിയ വണ്ടിയിൽ പോകാം, സ്കൂട്ടറിൽ പോകാം. അമലും അമലിയും രാവിലെ സ്കൂളിൽ പോയി. ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നത് അമ്മിമോ കൊണ്ടാക്കും തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. 2 ദിവസം ഇപ്പോൾ ആദ്യത്തെ സെമ്മ് കഴിഞ്ഞതിൻ്റെ 2 ദിവസത്തെ ലീവുണ്ട്. മറ്റന്നാൾ തൊട്ട് കോളേജ് തുറക്കും. അന്നേരം അങ്ങ് പോവും. അപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായി പോയിട്ട് വരാം. ഓക്കെ മുന്നേറങ്ങാം. ഹെൽമെറ്റ് എൻ്റെയും കൂടെ എടുക്കണേ. ശരി, എന്നാൽ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മുഖത്തിലെ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ നിശ്ചയം. അന്നേരം ഇവിടെ നമ്മൾ എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും കല്യാണമൊക്കെ നടന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അന്നേരം ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേച്ചി അനിയത്തിയൊക്കെ വന്നിരുന്നു. അവരങ്ങനെ സ്ഥലം പിടിച്ചൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങളും അവിടെ പോയി ഇരുന്നു. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാഹ നിശ്ചയ ചടങ്ങിലോട്ട് പോയേട്ടോ. ഇതാണ് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പെണ്ണും. പിന്നെ വന്ന് തൊഴുതത് ചെറുക്കനും ചെറുക്കൻ്റെ അമ്മയും അച്ഛനും കേട്ടോ. ചെറുക്കനെ കിട്ടിയില്ല, ക്യാമറമാൻ്റെ ബാക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷം ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ നേരെ ഒരു ഷോപ്പിലൊക്കെ കയറണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ചേച്ചി അനിയത്തി അവർ ഓട്ടോയിൽ നേരെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് അവരും അങ്ങോട്ടും പോയി. ഇങ്ങനെ ഇരിക്കട്ടെ. അമ്പലത്തിൻ്റെ അടുത്തൂടെ പോയാലോ? അതിൻ്റെ കൂടെ പോയാ. ഇത് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള അമ്പലത്തിൻ്റെ കവാടം കേട്ടോ. ഇതിന് 5000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ എനിക്ക് സ്ലൈഡും പൊട്ടും ക്ലിപ്പും ഒക്കെ മേടിക്കണം. അതിനായിട്ട് പോയാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറാമെന്ന് വെച്ച്. ഇതാണ് മുഖത്തല അമ്പലം, മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാവിലെ ഇവിടെ വന്ന് തൊഴുതായിരുന്നു. അമ്മിമോനുമായിട്ട് വന്ന് നേരെ ഇനി നമ്മൾ ലക്ഷ്മിയിൽ പോയി അവിടെ പോയി ക്ലിപ്പൊക്കെ മേടിച്ചുകൊണ്ട് പോകാം. പോയിട്ട് വരാം. ഇവിടെ കയറി മേടിച്ചിട്ട് അങ്ങ് പോകാം.
കയറട്ടെ. നീ പോയ എന്നെ എടുത്തമ്മ, എന്നെ ഇട്ടിട്ടാ ഞാൻ ഇവിടെ നിൽക്കും. എന്നെ ഇട്ടിട്ട് പോയി എപ്പോഴെങ്കിലും എന്നെ കൊണ്ടുപോകണം. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും. ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ടി വിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ഷാരോൺ വധക്കേസിൻ്റെ വിധി പറയുന്ന ദിവസമായിരുന്നു. അങ്ങനെ അമ്മ ഇരുന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ ഇന്ന് ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വിധി കേൾക്കാനായിട്ട് അമ്മ രാവിലെ ടി വി ഓണാക്കി വെച്ചിട്ടിരുന്നായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴേക്ക് ടി വി നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വിധി പറഞ്ഞ്. അങ്ങനെ അമ്മ വിധി കേൾക്കുന്നു. അമ്മ ഇന്ന് രാവിലെ തൊട്ടേ ടി വി തുറന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുക. അമ്മയ്ക്ക് ഇത് കേട്ടപ്പോഴാണ് സമാധാനമായത്. സന്തോഷമായി അമ്മയ്ക്ക്. അങ്ങനെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ടാറ്റ. ഓക്കെ ബൈ ബൈ, സീ യു.